ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ പിന്നിൽ കാണുന്നത് പുതിയ തട്ടുകടകളാണ്. ഇവിടെ പുതിയൊരു ഫുഡ് സ്ട്രീറ്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഫുഡ് സ്ട്രീറ്റ്, ഫുഡ് ഹബ്ബ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മളെ പഴയ തട്ടുകടകൾ, ബീച്ചിലുണ്ടായിരുന്ന പഴയ തട്ടുകടകളിൽ നിന്ന് കച്ചവടക്കാർ നേരെ ഇതിലേക്ക് മാറുകയാണ്. ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ വികസനമാണ് ഇതിലൂടെ വരുന്നത്. എന്താണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത്? ഇത് കുറച്ചും കൂടി ജനങ്ങൾക്ക് നല്ല കാര്യമായിട്ടാണ് വരാൻ ചാൻസ്. കാരണം പണ്ട് നമ്മളിപ്പം ഇവിടെ ഇരിക്കുമ്പോൾ പഴയ തട്ടുകടകളും വലിയ ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പുതുതാക്കിങ്ങാണ്ട് നല്ല വൈബിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും ജനങ്ങൾക്ക് ഒരു വൈബായി കണ്ട് ഇരിക്കാൻ. ആ പഴയ തട്ടുകടകളിൽ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുപോലെ തന്നെ കൈ കഴുകാനും ഒക്കെ സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ പുതിയ ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരമാവുകയാണ്. ഇവിടെ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ ഒരു സംവിധാനം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 240 മീറ്റർ നീളത്തിൽ ഇത് പോകുന്നുണ്ട്. എത്ര തട്ടുകടകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 90 കൂടുതൽ എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ടുള്ള നമ്മൾ കിട്ടിയില്ല. ഏകദേശം 90 എന്നാണ് നമ്മൾ 90 എന്നാണ് ന്യൂസ് കണ്ടത്. 96 ഇവിടുന്ന് കടയുള്ള ഒരാൾ പറഞ്ഞു. എന്തായാലും 90-ൽ കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ പണ്ട് സ്റ്റെപ്പിന്റെ മുകളിൽ ഇങ്ങനെ മറ്റേ ഷീറ്റ് വിരിച്ചിട്ടാണ് ഇരിക്കല്. അതൊക്കെ മാറി ഇപ്പം ഒരു സോഫ മോഡലിൽ മറ്റേ തേച്ചിങ്ങാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ വാഷിങ്ങിനായിട്ട് നമ്മൾ പണ്ട് വാഷിങ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊന്നും ബീച്ചിൽ ചായ കുടിക്കുമ്പോൾ ഉണ്ടാവില്ല. അതൊക്കെ വരുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ക്ലിയർ ചെയ്തെങ്ങാണ്ട് മൊത്തം അങ്ങോട്ട് മാറുന്നതിനെ കൊണ്ട് ബീച്ച് ഒന്നുകൂടി നല്ല ക്ലിയർ ആയിങ്ങാണ്ട് നമുക്ക് നല്ല വിശാലമായിട്ട് നടക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നൊരു ബീച്ചായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇതാ തുരുമ്പിടിച്ചെടുക്കുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോകും. ഫുൾ ക്ലിയർ ആവും ബീച്ച്. ബീച്ചിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ കാണിക്കുന്നതിനോടൊപ്പം കാര്യങ്ങളൊക്കെ പറയണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടുത്തെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ തുടക്കത്തിൽ. അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള നോയ്സ് ഉണ്ട്. അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണിപ്പോൾ ഓൺ വോയിസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വർക്കിൻ്റെ ഓരോ കാഴ്ചകളാണ്. നല്ല തിരക്കിട്ട പണികളാണ് നടക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു പ്ലാൻ. എന്നിരുന്നാലും പല കാരണങ്ങൾ കൊണ്ടും അപ്പോഴേക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് സെപ്റ്റംബർ 15 മുമ്പ് പണി തീർത്ത് അത് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുക്കാനുള്ള ഒരു ആലോചനയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ വാഷിനുള്ള സൗകര്യം, കൈ കഴുകാനുള്ള സൗകര്യം ഈ ബോർഡിന് പിറകിലായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പണികളും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നല്ല വൃത്തിയിലും വെടിപ്പിലും ഉള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളതാണ്. ഇനി ഇവിടുത്തെ തട്ടുകടകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. നല്ല മനോഹരമായ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരേ ഡിസൈനാണ്. അതുപോലെ തന്നെ എല്ലാം ഒരേ കളറിലും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിലത്തിൻ്റെ പണി, നേരത്തെ പറഞ്ഞല്ലോ കട്ടിങ്, പിന്നെ അവിടെ നിലത്തിൽ ടൈൽസ് വിരിക്കുന്നത് ഒരു ഭാഗത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പണികളും അവിടെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ചെയ്യുന്നതോടെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു മുഖച്ഛായ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. വിനോദസഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കാൻ ഇത് കാരണമാവും. കോർപ്പറേഷൻ ഏകദേശം 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള കറണ്ട് കണക്ഷൻ, അതുപോലെ വെള്ളം, പിന്നെ ഇവിടെ നില ഒരുക്കൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പണികളാണ്. കറണ്ട് കണക്ഷന് വേണ്ടി പ്രത്യേക ട്രാൻസ്ഫോർമർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജല അതോറിറ്റിയുടെ പ്രത്യേക കണക്ഷനുകളൊക്കെ ഇവിടേക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ബീച്ചിൽ നിൽക്കുമ്പോൾ അവിടേക്ക് 2 തട്ടുകടകൾ ഒരു വാഹനത്തിൽ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിന്നും ആ ഒരു ഏരിയയിലേക്ക് ഇറക്കി വെക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ തട്ടുകടകൾക്ക് ഇപ്പോൾ നിലവിൽ പെട്ടിക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ ഈ തട്ടുകടകളിലേക്ക് മാറുന്നത്. അപ്പോൾ അവർക്ക് ഇതിന് ഒരു 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അത് കേരള ബാങ്ക് വഴി അവർക്ക് ലോണായിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ സ്വന്തം പേരിലേക്ക് ഈ തട്ടുകടകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന ചിലവ് 3 ലക്ഷം രൂപ അവർ പിന്നെ തവണകളായിട്ട് അടച്ചു കൊടുത്താൽ മതി. ആ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ പെട്ടിക്കടകളിൽ നിന്ന് ചായക്കും കടികൾക്കൊക്കെ കിട്ടുന്ന റേറ്റിൽ നിന്ന് എന്തായാലും ചെറിയ രീതിയിൽ റേറ്റ് കൂട്ടേണ്ടതായിട്ട് വരും.
അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 10 രൂപയാണ് ഇവിടെ ചായക്കൊക്കെ ഇപ്പം വാങ്ങുന്നത്. പുറത്തൊക്കെ 12ഉം ചില സ്ഥലത്ത് 14ഒക്കെ ഉണ്ട്. ഇവിടെ 10ആണല്ലോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 12ഒക്കെ ആക്കേണ്ടി വരുന്നുള്ളൂ. അതൊന്നും വലിയ രീതിയിൽ ആർക്കും എഫക്റ്റ് ചെയ്യുമൊന്നുമില്ല. ഇനിയിപ്പം ചെറിയ കൂട്ടിയാൽ തന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൈസ് കൂട്ടുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലെ ഇതിൻ്റെ അടുത്ത ഓപ്പൺ ആക്കിയതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കോഴിക്കോടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.